മഴയൊക്കെ തകർത്ത് പെയ്യാണ്. അപ്പോൾ വീട്ടിൽ തന്നെ കട്ടൻ ചായക്കൊക്കെ പറ്റി നല്ല ക്രിസ്പി ആയിട്ടുള്ള പരിപ്പ് വട എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് വടൻ്റെ പരിപ്പെടുത്ത് പുതിർത്താൻ വെച്ചിരുന്നു. ഒരു 5 മണിക്കൂർ മുമ്പേ പുതിർത്തണം. ഇത് വടയ്ക്ക് പറ്റിയായിട്ടുള്ള പരിപ്പാണ്. കടലപ്പരിപ്പ് കൊണ്ടും പരിപ്പട ഉണ്ടാക്കാം, പക്ഷെ അത്ര ടേസ്റ്റ് വരില്ല. പിന്നെ നമുക്ക് കണ്ട ഒരു വെല്ലുള്ളി, ഒരു മീഡിയം സൈസ് വെല്ലുള്ളി ഇതേപോലെ ചെറിയ രൂപത്തിൽ കട്ട് ചെയ്തത്, പിന്നെ ഇഞ്ചി അതേപോലെ കട്ട് ചെയ്തത്, ഒരു 4 പച്ചമുളക് എല്ലാം ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. പിന്നെ വേണ്ട കറിവേപ്പില ഒരു 2 അല്ലി കറിവേപ്പില. ഇനി നമുക്ക് ഈ സോക്ക് ചെയ്ത് വെച്ച പരിപ്പ് ഒന്ന് മിക്സിയിലിട്ട് ഒന്ന് അടിക്കാവുന്ന ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഫുള്ളായിട്ട് അടിക്കണ്ട, ചെറിയ പരിപ്പിൻ്റെ കഷ്ണം ഒന്ന് കടിക്കാനായിട്ട് വേണം. ഇതേപോലെ ഒരു ക്രഷ് ചെയ്തെടുത്താൽ മതി. അടുത്ത നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പിലെല്ലാം നമ്മൾ അരിച്ചെടുത്ത മാവിലിട്ട് നല്ലോണം മിക്സ് ചെയ്യാം. നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിൽ വെളിച്ചെണ്ണ നല്ല ചൂടായിട്ട് വരുമ്പോൾ, ഞാൻ ഇവിടെ ഉപയോഗിച്ചത് ഓയിലാണ്. വെളിച്ചെണ്ണ ആകുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് കിട്ടും. ഇതേപോലെ ചെറിയ ബോളാക്കിയിട്ട് മറ്റേ കയ്യിൽ വെച്ച് ഒന്ന് ഷേപ്പാക്കിയിട്ട് അരമൂല ഒരു റൗണ്ട് ഷേപ്പാക്കിയിട്ട് ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. നമ്മൾ പരിപ്പ് ഫസ്റ്റ് അതിലേക്ക് ഇടുമ്പോൾ നല്ലോണം ചൂട് വേണം. ചട്ടിക്ക് നല്ല ഫ്ലെയിമിൽ വെക്കണം. ഇട്ടതിന് ശേഷം മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചാൽ മതി, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. നമ്മൾ ഫസ്റ്റിലിടുമ്പോൾ നല്ല ചൂടിൽ വേണം, അല്ലെങ്കിൽ പൊട്ടിപ്പോകാനും കരിഞ്ഞു പോകാനും സാധ്യതയുണ്ട്. അപ്പോൾ ഒരു ഭാഗം നല്ല കളറായി വരുമ്പോൾ മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ പരിപ്പട ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിലൊക്കെ തയ്യാറാക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. നല്ല ക്രിസ്പിയാണ്.